സമകാലിക ഫുട്ബോളിൽ സിറ്റിയുടെ ഈ മോശം പ്രകടനം ഓരോ കാൽപന്താരാധകനെയും നിരാശപ്പെടുത്തുന്നതാണ്. കാരണം പെപ്പിൻ്റെ ഈ തുടർ തോൽവികൾ ഫുട്ബോൾ ലോകത്ത് സുപരിചിതമായ ഒന്നല്ല. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും എന്നില്ലാതെ പരാജയങ്ങളിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സിറ്റിയുടെ ഈ അവസ്ഥ എങ്ങനെ സംഭവിച്ചതാണെന്ന് മനസ്സിലാകുന്നില്ല. വലിയവരോ ചെറിയവരോ എന്നില്ലാതെ വരുന്നവർക്ക് മുമ്പിലെല്ലാം അടിയറവ് പറയുന്നത് മുമ്പൊരിക്കലും പെപ്പിൽ നിന്നും കണ്ടിട്ടില്ലാത്തതാണ്. അവസാനം കളിച്ച ആസ്റ്റൺ വില്ലയ്ക്കെതിരെയും മാഞ്ചസ്റ്റർ ഡെർബി പോരാട്ടത്തിലും 2-1 തോൽവി സിറ്റി ഏറ്റുവാങ്ങുമ്പോൾ തുടർച്ചയായി 11 മത്സരങ്ങളിൽ സിറ്റിക്ക് വിജയിക്കാനായിട്ടില്ല. ഇടയിലെത്തിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള 3 ഗോളിൻ്റെ വിജയം ആശ്വാസമേകുമ്പോൾ കരുത്തർ വായുന്ന പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്തേക്ക് മാൻ സിറ്റി കൂപ്പുകുത്തി കഴിഞ്ഞിരുന്നു. വർഷങ്ങളോളം പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഇന്ന് ആ ടീമിൻ്റെ ദയനീയ അവസ്ഥക്കു പിന്നിൽ ആരാണ്? ചില താരങ്ങളുടെ അസാന്നിധ്യമോ പരിക്കോ ഫോമൗട്ടോ അല്ലെങ്കിൽ പിന്നെ പെപ്പിൻ്റെ തന്ത്രങ്ങളുടെ വീര്യം കുറഞ്ഞതാണോ? എന്താണ് സിറ്റി എന്ന അധികായകർക്ക് സംഭവിച്ചത്? എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും ഹാളൻഡും ഡിബ്രോയിനെയും ഫോർഡനും ബെർണാണ്ടോയുമെല്ലാം എതിർ പ്രതിരോധത്തെ തകർത്തെറിഞ്ഞ ആ സുവർണകാലം പോയി മറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ സീസൺ വരെ തകർത്താടിയ താരങ്ങൾ പലതും ഫോമൗട്ടിലേക്ക് തെന്നി വീണതും തൻ്റെ പ്രതാപകാലത്തേക്ക് തിരികെ എത്താനാകാതെ ഹാളൻഡും ഡിബ്രോയിനെയും ഫോർഡനുമെല്ലാം നിറം മങ്ങുന്നതും സിറ്റിയെ പിറകോട്ടടിക്കുന്നു. കെട്ടുറപ്പുള്ള പ്രതിരോധം തീർത്ത സിറ്റിയുടെ ഡിഫൻസ് നിര ഇന്ന് അമ്പേ പരാജയമാണ്. അവസാനത്തെ 12 കളികളിൽ നിന്നും 27 ഗോളുകളാണ് ടീം കൺസീഡ് ചെയ്തത്. ഇന്ന് ആ സിറ്റി തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തിഹാദിലെ ഓരോ ആരാധകനും ടീമിൽ അൽവാരസിൻ്റെ സാന്നിധ്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരായിരിക്കും. പാൽമറിനെ ചെൽസിക്ക് വിട്ടുകൊടുത്ത പെപ്പ് രണ്ടാമതായി നഷ്ടപ്പെടുത്തിയ മാന്ത്രികനാണ് ഈ അർജന്റീനക്കാരൻ. ഗോൾ വരൾച്ചയിലൂടെ കടന്നു പോകുന്ന ഹാളൻഡിന് ബാക്കപ്പ് ഓപ്ഷനായും സെക്കൻഡ് സ്ട്രൈക്കറായും വേണ്ടി വന്നാൽ പ്ലേ മേക്കറായും മാറാനും കഴിവുള്ള താരമായിരുന്നു അൽവാരസ്. പലപ്പോഴും പകരക്കാരൻ്റെ റോളിൽ മാത്രം ഗ്രൗണ്ടിലെത്തുന്നവൻ പെപ്പിൻ്റെ സ്ക്വാഡിലെ പ്രധാനികളിൽ ഒരാളായി മാറിയത് അൽവാരസിൻ്റെ പ്രകടനം കൊണ്ട് മാത്രമാണ്. ഇന്ന് സിറ്റി നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഒരു പരിധിവരെ ഈ താരത്തിന് സാധിക്കുമായിരുന്നു. താൻ നഷ്ടപ്പെടുത്തിയത് ഏറ്റവും മൂല്യം ചെന്ന വജ്രായുധത്തെയാണെന്ന തിരിച്ചറിവ് പെപ്പിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നുറപ്പാണ്. അന്ന് അയാളെ നിരുപാധികം വിട്ടു നൽകിയതും ഹാളൻഡ് ഗോളടിച്ചു കൂട്ടുന്ന സ്ഥാനത്തേക്ക് പകരക്കാരൻ്റെ റോളിൽ മാത്രം കൊണ്ടുവരാറുള്ള അൽവാരസിൻ്റെ കൂടുമാറ്റത്തിൽ പെപ്പിന് ആ നീക്കം വേണ്ടില്ലായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു ബിഗ് പ്ലെയർ എന്നതിലുപരി അൽവാരസിനെ ഒരു ലക്കി പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. ഫുട്ബോൾ ലോകത്ത് ഭാഗ്യം ചെന്ന താരമാണ് അയാളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അർജന്റീനയോടൊപ്പം ലോകകപ്പും കോപ്പ അമേരിക്കയും കൂടാതെ സിറ്റിയിൽ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും അങ്ങനെ അനവധി കിരീടങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ അയാൾക്കായിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ വരെ EPL കത്തിനിന്ന സിറ്റി അയാളുടെ കൂടുമാറ്റത്തോടെ തകർന്നടിഞ്ഞതും ചെന്ന് കയറിയ അത്ലറ്റിക്കോ ലാലിഗയിൽ അജയ്യരായി കുതിക്കുന്നതുമെല്ലാം അൽവാരസ് എന്ന പ്രതിഭക്ക് ഭാഗ്യവും കൂടെയുണ്ട് എന്ന തെളിവാണ്. ലക്കുണ്ടെങ്കിൽ കൂടി മൈതാനത്ത് ഗോളടിക്കാനും അടിപ്പിക്കാനും അഗ്രകണ്യനാണ് അയാൾ. ഏതൊരു മാനേജർക്ക് കീഴിലും പെട്ടെന്ന് അഡാപ്റ്റ് ആകാൻ സാധിക്കുന്ന, മുന്നേറ്റത്തിൽ ഏത് പൊസിഷനിലും കളിക്കാൻ അറിയുന്ന ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ് അയാൾ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ തുകക്ക് പല താരങ്ങളെയും സിറ്റി നോട്ടമിടുമ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ആ മാന്ത്രികനെ അവർ ഓർക്കുമെന്നുറപ്പാണ്. എന്നിരുന്നാലും പെപ്പിൻ്റെ ഈ നിസ്സഹായതയ്ക്ക് ഒരു പരിഹാരം കണ്ടേ മതിയാകും. ഇത്തിഹാദ് ആരാധകർക്ക് അത്ര പരിചയമല്ലാത്ത ഈ അവസ്ഥ മാറി ആ പഴയ പെപ്പ് ഗാർഡിയോളയായി മാറേണ്ടിയിരിക്കുന്നു.